ഭാര്യയെ അടിക്കാനും ഇടിക്കാനും അവഗണിക്കാനും അല്ല ദൈവം കൂട്ടാളിയായി തന്നിരിക്കുന്നത്. ബഹുമാനിക്കാനും സ്നേഹിക്കാനും. നിരന്തരമായി മറ്റുള്ളവരുടെ മുമ്പിൽ കളിയാക്കുമോ? ഇതിനകത്ത് 2-3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കർത്താവിൽ വിശ്വാസം ആണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്കുള്ള വിശ്വാസം. നിരന്തരമായി ഇത് മക്കളോടും ഞാൻ പറയാം, മക്കളോടും നിങ്ങൾ കുറ്റം പറഞ്ഞ്, മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് മരണം അവരുടെ മേലിടുക, അവരുടെ പുറത്തിടുക. സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധ നഷ്ടപ്പെടുമ്പോൾ, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ കരുതുന്നില്ല എന്ന തോന്നൽ വരുമ്പം അതിനെ അക്കമ്പനി ചെയ്യുന്നതാണ് ഈ സെൽഫ് പിറ്റി, ദുഃഖം എന്നൊക്കെ പറയുന്നത്. അതാ ഞാൻ ഇന്നലെ പറഞ്ഞത്. അതുകൊണ്ട് എന്നാ സംഭവിക്കും? സങ്കീർത്തനം 32 അതിൻ്റെ 3-ഉം 4-ഉം വാക്യം നോക്ക്. എപ്പോഴും ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, മക്കൾ അപ്പനോടും, അപ്പനും അമ്മമാരോടും ഒരു കൂട്ടുകാരെ പോലെ സംസാരിക്കാനുള്ള സാഹചര്യം കുടുംബത്തിലുണ്ടാകണം. ആ സ്നേഹവും ആ കരുതൽ മക്കൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് ആരെങ്കിലും ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എൻ്റെ പുറകെ ഇറങ്ങിപ്പോ. സമയം ചെലവഴിക്കണം കുഞ്ഞുങ്ങളുടെ കൂടെ. അവർക്ക് ഒരു കൂട്ടുകാരനായിരിക്കണം. അവർക്ക് എന്ത് വേണേലും നമ്മളോട് പറയാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഒട്ടനെ വഴക്ക് കിട്ടുമെന്ന് ഭയം കാണരുത്. അവർ മറയ്ക്കും. വീട്ടിൽ വന്നാൽ അപ്പനും അമ്മയോടും പറയാൻ മേല, വഴക്ക് കിട്ടും, അടി കിട്ടും. സ്കൂളിൽ പോയാൽ ടീച്ചർമാരോട് പറയാൻ മേല. പിന്നെ കിട്ടുന്ന ഉപദേശവും കൂട്ടുകാരുടെ കയ്യിൽ. അവർക്ക് ജീവപരിജ്ഞാനമില്ല. അവർ പൊട്ട ഉപദേശം പറഞ്ഞു കൊടുക്കും. കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, അപ്പനും അമ്മയും പറയുന്നത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ദീർഘായുസോടുകൂടെ നന്മ ലഭിക്കുന്ന അനുഗ്രഹമാണ്. നിരന്തരമായ മക്കളായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, അവർക്ക് ഈ മാനസികമായ പ്രയാസം ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 32-ാം സങ്കീർത്തനം അതിൻ്റെ 3-ഉം 4-ഉം. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ, എന്റെ മജ്ജ, എന്റെ ബോൺ മാരോ മജ്ജ ഉണങ്ങിപ്പോയി. അസ്ഥി വാക്സ്ഡായി. I kept silent and my bones grow old through groaning all day long. വിഷമം വരുമ്പം, ഗ്രോൺ ചെയ്യുമ്പം എന്നാ സംഭവിക്കുന്നത്? ബോൺസ്, അസ്ഥിക്ക് അതിൻ്റെ ബലം തീരും, ഒടിയാൻ തുടങ്ങും. ആർത്രൈറ്റിസ്. ലുക്ക്, ഈ ബൈബിളിനകത്ത് അതുകൊണ്ടാണ് പറയുന്നത്, സന്തോഷിപ്പീൻ, എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ. കർത്താവിലുള്ള സന്തോഷമാണ് നമ്മുടെ ബലം. ഭർത്താക്കന്മാർ ഭാര്യയെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം എന്ന് എടുത്തു പറയുക. കാരണം അവർ ബലഹീന പാത്രമാണ്. ബലഹീന പാത്രം എന്ന് പറയുമ്പം സ്ത്രീകൾ ബുദ്ധി കൊണ്ടും മസിൽ കൊണ്ടും ശക്തി കൊണ്ടും പുരുഷന്മാരെക്കാളും ഒട്ടും പുറകോട്ടല്ല. അവർക്ക് ഈക്വൽ സ്ട്രെങ്ത് ഉണ്ട്, വിസ്ഡം ഉണ്ട്. ഈ വൺ ഓഫ് ദ ബെസ്റ്റ് നാവിഗേറ്റേഴ്സ്, ഈ കാർ റേസിലൊക്കെ പോകുമ്പം അവർ പറയും ഈ നാവിഗേഷന് വേണ്ടി ബെസ്റ്റ് സ്ത്രീകളാണ്, ഡിസേൺമെന്റ് ബെസ്റ്റ് സ്ത്രീകളില്ല. പക്ഷെ എപ്പോഴും ശകാരിക്കുകയും മറ്റുള്ളവരുടെ മുമ്പേ വേണ്ടാത്ത പറയുകയും ചെയ്യും. മനസ്സ് വിഷമിക്കാൻ തുടങ്ങും. പിന്നെ അഭിപ്രായം പറയാതാവും. അവിടെയാണ് അസ്ഥി ബ്രിട്ടിലാകുന്നത്, അസ്ഥി ഒടിഞ്ഞൊടിഞ്ഞു പോകുന്നു ചിലർ.
മജ്ജ ബോൺ മാരോയ്ക്കകത്ത് ഇഷ്യൂ ഉള്ള ആർത്രൈറ്റിസ് പോലെ ബോൺ വാക്സ്ഡ് ആകുന്നു. ഇന്ന് രാത്രി ഇത് കേൾക്കുമ്പം നിങ്ങൾ ഇന്ന് ഇത്രയും പ്രായമായി ഇനി എന്നാ അല്ല, ഇന്നൊരു ഡേ 1 ആയിട്ട് എടുത്തേ. അങ്ങനെയാണെങ്കിൽ അത്ഭുത രോഗസൗഖ്യം നടക്കും. ആർത്രൈറ്റിസ് ആയിക്കോട്ടെ, ബോൺ മാരോ ഇഷ്യൂ ആയിക്കോട്ടെ, എന്തും സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും.